ഉണ്ടോ ഉണ്ടോ നിന്നെ പറഞ്ഞതൊന്നും അല്ല. അയ്യപ്പ സത്യം നിന്നെ പറഞ്ഞതൊന്നും അല്ല. നിർത്ത്. ഉണ്ടോ അയ്യാ നിന്നെ പറഞ്ഞതല്ല. ഫാമിലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ കുട്ടിയുടെ ഓരോ വളർച്ചയും ഓരോരോ ഓർമ്മകളാണ്. അത് മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കുക. തിരിച്ചു കിട്ടാത്ത കുറേ ഓർമ്മകളാണത്. പ്രത്യേകിച്ച് ഒരു വയസ്സ് തൊട്ട് ഒരു അഞ്ച് വയസ്സിന്റെ ഉള്ളിലുള്ളത്. നമ്മുടെ ഷോപ്പിന്റെ പേരെന്താന്ന് എല്ലാവർക്കും അറിയില്ലേ? പൊന്നൂസ് ഫുഡ്. അപ്പൊ പൊന്നൂസ് എന്ന് പറയുന്നത് ഞാനാണ്. അപ്പൊ ഫുഡ് ആരാ അറിയണ്ടേ? ഫുഡ് എങ്ങനെയുള്ള ആളാണെന്ന് അറിയണ്ടേ? അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഒരു കുട്ടിക്ക് നമ്മൾ ആദ്യം എന്താണ് പറയുന്നത്, അതൊന്നും എന്ത് വാക്കാണോ എങ്ങനെയാണോ പറയുന്നതെന്നൊന്നും അവർക്കറിയില്ല. പക്ഷേ നമ്മുടെ മുഖത്തിൽ വരുന്ന ഭാവ വ്യത്യാസം, നമ്മുടെ സ്വരത്തിൽ വരുന്ന ആ കാഠിന്യവും കണ്ടിട്ടാണ് അവരത് തിരിച്ചറിയുന്നത്. അത് നമ്മൾ സ്നേഹത്തോടെ അതേ കാര്യം സ്നേഹത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചിരിക്കും. പക്ഷെ അത് ഇത്തിരി ഗൗരവത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കരയും. ഉണ്ടോ നിന്നെ പറഞ്ഞതൊന്നും അല്ല. അയ്യപ്പ സത്യം നിന്നെ പറഞ്ഞതൊന്നും അല്ല. നിർത്ത്. ഉണ്ടോ അയ്യാ നിന്നെ പറഞ്ഞതല്ലടാ. നിന്നെ പറഞ്ഞതല്ലട്ടോ. നിന്റെ പേരെന്താണ്? ശരിടാപ്പാ നിന്നെ പറഞ്ഞതല്ല. ശരി വിട്ടാച്ചു. ഓക്കെ ചത്തമ്മ കുട്ടികളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അതായത് ഇവര് ഈ നടക്കാൻ തുടങ്ങുന്ന ഒരു പ്രായം ഉണ്ടല്ലോ, ആ തുടക്കമാണ് ഏറ്റവും വലിയ തുടക്കം എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണോ എന്നറിയില്ല, വീഴാതെ മാക്സിമം അങ്ങ് നടക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവസാനം ആ നടക്കുമ്പോൾ അവർക്ക് ഒരു വലിയ എന്തോ നേടിയ ഒരു ഭാവമാണ് അവരുടെ മുഖത്ത്. അമ്മോ എല്ലാ വാശിയും അങ്ങനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. പക്ഷെ ചില വാശികൾ നമ്മൾക്കും നമ്മൾ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ കൂടി അത് ചെയ്യുമ്പോൾ നമ്മൾക്കൊരു സന്തോഷമൊക്കെ തോന്നാറുണ്ട്. അത് എവിടെയാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ചില വാശികളൊക്കെ നല്ലതാണ്. എല്ലാരും പറയും വലിയ ആളുകളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുക എന്നുള്ളത്. പക്ഷെ കുട്ടികളെ കണ്ടിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അവർ അതേപടിയാണ് പഠിക്കുന്നതെങ്കിലും അവർക്കറിയാം തെറ്റേതാണ് ശരി ഏതാണെന്നുള്ളത്. എന്താണ്ടാ
ഒരു കുത്തുകുത്തിയാണ്ടേ അടിപ്പേ എന്നെ ചെയ്യുവേ തല്ലുണ്ടി ഇവളാണ്ടി അടിക്കുമാ എന്ത് എല്ലാവരിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. അത് കുട്ടി ചെറുതായിരിക്കുന്ന സമയത്തെ നമ്മൾ അതിനുടെ കഴിവ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. അങ്ങനെ എല്ലാ കുട്ടികളിലും ഉണ്ടാവും ഒരു കഴിവ്. അങ്ങനെ കണ്ടുപിടിക്കാതിരിക്കുന്നതാണ് പല പാരൻസിൻ്റെയും തെറ്റ്. കാരണം അവർക്ക് ഒന്നില്ലെങ്കിൽ സമയം ഉണ്ടായില്ല. പിന്നെ സമയം കിട്ടുന്ന സമയത്ത് അവരെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് കാണാനുള്ള കാഴ്ച ഉണ്ടായില്ല. പാട് താമര പൂ ചിരിയെല്ലാം പോച്ച് എങ്ങൾക്ക് ചിരിയെല്ലാം പോച്ച് പോ ഒരു കഥ ചൊല്ലു അപ്പൊ ഏട്ടായി ഒരു കഥ ചൊല്ലു അപ്പൊ നീ അല്ലേ വണക്കം ചൊല്ലു കഥ ചൊല്ലു മണക്കറിയല്ലോ മുറുക്കത്താ ചൊല്ലു கொஞ்ச நாள் பொறுத்தலைவா ஒரு வஞ்சி கொடி இங்கே வருவா கண்ணீரெண்டில் போர் தொடுப்பார் அந்த வெண்ணிலவ தோற்கடிப்பார் காமாட்சி மீனாட்சி ഓണത്ത് കൂട തുങ്കത്തില് പതിനങ്ക പൂയില് തൊത്തുകൂടി മുത്തെടുത്ത് കൊത്തി വെച്ച് മഴ പോലെ ചിന്തനായി വന്ന് പോരാ അവർ തന്റെ അവർ സന്താനത്തെ ചെഞ്ചു വെച്ച പേരാ എന്നാറയെ കനായിലെ റംബ റംബ മന്ദിരമാ എന്നാറങ്ങ ഒട്ടി വെച്ച വണ്ണ വണ്ണ ചിത്തിരമ്മ വേറോണത്തി ഇതൊക്കം തട്ടയമ്പി കാതലച്ചി
ഈ വീഡിയോ കുടുക്കുട്ടന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. കാരണം അവൻ ഇന്ന് 4ാം പിറന്നാളാണ്. അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യണേ. അതുകൂടാതെ ഈ വർഷം തൊട്ടാണ് അവൻ സ്കൂളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാരും ആശംസിക്കണം അവന് നല്ലൊരു ഭാവി ഉണ്ടാവാനായിട്ട്. ഈ പുതിയതായിട്ട് കാണുന്നവർക്ക് കുടു ആരാണെന്ന് അറിയുന്നുണ്ടാവില്ല. കുടു ഏട്ടന്റെ അനിയന്റെ കുട്ടിയാണ്. ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ കുടു ഉണ്ട്. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യണേ. ബൈ. நீ இருக்கிறியே ஒலை கொட்டாயா சும்மா நடக்கிறியே தவளை கொட்டாயா நீ இருக்கிறியே ஒலை கொட்டாயா കൈ 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 എടുത്തു കൈ എടുത്തു ശരി ശരി പോട്ട് 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 കൈ അടിച്ചില്ല കൈ എടുത്തു കൈ കെട്ടുമാ കൈ കെട്ടുമാ അതാ പാമ്പ് ഇനി കൈ അടിച്ചില്ല കൈ കെട്ട് ആ എന്നെ കാപ്പിയാ ആഞ്ചല് കയ്യെ കണ്ട് ബസ് കയ്യെ കണ്ട് 1 2 അടിച്ചില്ല 1 2 ചെയ്തു 1 2 ആ 2 ആ 3 4 5 6 7 8 9 10 10. ആ നടിക്കാതെ നീ കൈ കെട്ട് 1 2 ചെല്ലു ആ 2 ചെല്ലു 2 ഏയ് കൈ കെട്ട് അതാ ചെല്ലു ഏയ് ഏത് പാട്ട് കൈ കെട്ട് കട്ട മാട്ടയാ